കാണുന്നതാണ് എന്റെ മുതലാളിയുടെ ബംഗ്ലാവ്. മുതലാളി എന്ന് പറഞ്ഞ ഇതുപോലെ കുതിരക്കമ്പം പിടിച്ച വേറൊരാളില്ല. സത്യം പറയാലോ, ഞാനിവിടെ മുതലാളിയുടെ കൂടെ നിൽക്കുന്ന ഒരാളാണ്. യഥാർത്ഥത്തിൽ ഞാനൊരു CA കാരനാണ്. പക്ഷെ CA കാരനെ എന്റെ ജോലി എന്താണെന്നറിയാമോ? ഈ കുതിര വന്നതിന് ശേഷം കൂട്ടക്കുടിയാണ് മുതലാളി തുടങ്ങിയിരിക്കുന്നത്. ഈ മുതലാളിക്ക് ബിവറേജിൽ പോയി കുപ്പി എടുത്ത് കൊടുക്കുന്നതാണ് ഇപ്പൊ ഈ CA കാരന്റെ ജോലി. സത്യം പറഞ്ഞ കമ്പ്യൂട്ടർ കൈകൊണ്ട് വിട്ടിട്ട് എത്ര നാളെന്നറിയാമോ? ആ മൗസ് ഇട്ട് തിരിക്കട്ടെ, ഞാനിപ്പോ മീതലിട്ട് തിരിച്ചോണ്ടിരിക്കുകയാണ്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, എന്റെ മുതലാളി ഈ കുതിരക്കമ്പം എല്ലാം കയറി ഇവിടെ കുതിരയെ നേരത്തെ ഒരാൾ നോക്കാൻ നിന്നിട്ടുണ്ടായിരുന്നു. കുതിരയെ ഓടിക്കാൻ നിന്ന ആ ആള് മുതലാളിയുടെ ഭാര്യയെ കൊണ്ടൊക്കെ പോയി. എന്നിട്ടും മുതലാളിയുടെ കുതിരക്കമ്പം തീർന്നിട്ടില്ല. എന്തോ ഭ്രാന്താണ് ദൈവമേ, എന്തോ ഭ്രാന്ത്. നമസ്കാരം മുതലാളി. എന്തുണ്ട് മാറ്റർ പറഞ്ഞ് ഞെട്ടിച്ചാ? മുതലാളി, ഞാനൊരു CA കാരനാണ് മുതലാളി. അത് മുതലാളി ഒന്നും മനസ്സിലാക്കണം. സ്കൂളിൽ പഠിച്ചോണ്ടിരുന്ന സമയത്ത് സാർ എന്തെങ്കിലും ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം എഴുന്നേറ്റിരിക്കുന്നത് ഞാനായിരുന്നു. അറിഞ്ഞോടെന്ന് പറയാനായിരിക്കും അല്ലേ? അതോ മൂടോ? അല്ല, പിന്നെ എന്റെ മുതലാളി ഞാൻ അത്രയും പഠിച്ച ഒരാളല്ലേ മുതലാളി. അപ്പൊ എന്നെ കൊണ്ട് ഈ ബിവറേജിലൊക്കെ പോവാന്ന് പറഞ്ഞത് എന്തൊരു കഷ്ടമുള്ള കാര്യമാണെന്ന്. ജോണിക്കിപ്പോ എന്താണെന്ന് പറയുന്നത്? എനിക്കിപ്പോ എന്ന് പറഞ്ഞാൽ ഞായറാഴ്ചയാണല്ലോ ഈ കുതിരയോട്ട മത്സരം നടക്കുന്നത്. അന്ന് എനിക്ക് ലീവ് വേണം. എവിടെ പോകുന്നു? എന്റെ അനിയത്തിയുടെ കല്യാണം. കഴിഞ്ഞ ആഴ്ച അല്ലായിരുന്നോ ജോണിയുടെ അനിയത്തിയുടെ കല്യാണം? അതെന്റെ അച്ഛന്റെ ആദ്യത്തെ കെട്ടിലുള്ളത്. ഇത് രണ്ടാമത്തെ കെട്ടിലുള്ള. അച്ഛൻ എത്ര കെട്ടിട്ടുണ്ട്? 6. അച്ഛൻ എന്തോ ജോലി? അച്ഛൻ ഈ റംബൂട്ടാന് വലയിടുന്ന പരിപാടിയാണ്. ഇത് റംബൂട്ടാൻ എന്ന് പറയുവാണെന്നുണ്ടെങ്കിൽ ഒരുപാട് സ്ഥലത്ത് ഇങ്ങനെ വളർന്ന് വന്നിച്ച് കിടക്കുവാണല്ലോ. ഈ വലയിട്ട് ക്ഷീണിച്ച് ഒരുപാട് സ്ഥലത്ത് കറങ്ങുന്നതല്ലേ എല്ലാ കാര്യങ്ങളും നോക്കുന്നത്. ആദ്യം ചെയ്യേണ്ടത് എന്താണെന്നറിയോ ജോണി? അച്ഛനെ വലയിട്ട് പിടിച്ച് എവിടെയെങ്കിലും ഇരുത്തണം. അല്ല, അത് സംഭവം ശരിയാണ് മുതലാളി. സംഭവം എന്ന് പറഞ്ഞാലേ എന്റെ കയ്യിലൊന്നുമില്ല മുതലാളി. കയ്യിലൊന്നും ഇല്ലെങ്കിലും തലയിൽ ഇഷ്ടം പോലെ പേനുണ്ടോ തോന്നുന്നു. അതല്ല മുതലാളി, പതപ്പിച്ചടിച്ച് കുളിക്കണം കേട്ടോ, മാറും. അതല്ല മുതലാളി, എനിക്ക് സത്യം പറയണമെന്നുണ്ടെങ്കിൽ എനിക്ക് പൈസ വേണം മുതലാളി. പൈസ എനിക്ക് 1 ലക്ഷം രൂപ. 1 ലക്ഷം രൂപ? ജോണി എന്തായിരുന്നില്ല സംസാരിക്കുന്നത്? ഭാഗ്യക്കുറിയുടെ വണ്ടി പോകുമ്പോഴാണ് ഞാൻ ഈ 1 ലക്ഷം ലക്ഷക്കണക്കിലേക്ക് സൗണ്ട് കേൾക്കുന്നത്. അല്ലാതെ 200 ലക്ഷം കണ്ടിട്ടില്ല. എന്തിനാ അതെന്റെ അടുത്ത് നോക്കേണ്ട കാര്യം? 1 ലക്ഷം രൂപ തരത്തില്ല. ഇല്ല, ഇല്ല ജോണി. പക്ഷെ വേറെ കാര്യമുണ്ട്. എന്താ? എന്റെ ഭാര്യയുടെ അനിയത്തി മുതലാളി തിരക്കി. എന്നെ തിരക്കി? എന്താ വിശേഷം? അതായത് മുതലാളി നല്ല മനസ്സുള്ള ഒരാളാണ്. പിന്നെ ഒരുപാട് സഹായിക്കുന്നുണ്ട്. ചാറ്റിയുണ്ടല്ലോ. ഈ കരുണാമയനും കാരുണ്യവർദ്ധനുമായ മുതലാളിയെ ഒന്ന് കാണണം. ഒരു ദിവസം കൂടരുത്. അങ്ങനെയാണെങ്കിൽ നാളെ തന്നെ കണ്ടേക്കാം. നാളെ പറ്റത്തില്ല. നാളെ വെള്ളിയാഴ്ച പറ്റത്തില്ല. എന്നാ മറ്റന്നാ ശനിയാഴ്ച കുഴപ്പമില്ല. പക്ഷേ ക്ലാസ് ഉണ്ട്. ക്ലാസ് ഉണ്ട്. എന്തിനാ പഠിക്കുന്നത്? 3ാം ക്ലാസ്സിൽ. 3ാം ക്ലാസ്? അങ്ങോട്ട് പോകുമ്പോ അവിടെ ഒരു പ്ലീറ്റ എന്ന് പറഞ്ഞൊരു എന്റർപ്രൈസസ് ഉണ്ട്, കടയുണ്ട്. അവിടെ നിന്ന് ഒരു 14 TV അടിച്ചോണ്ട് വീട്ടിൽ പോകണം. എന്നിട്ട് കൊച്ചു TV വെച്ച് കൊടുക്കണം കൊച്ചിന്. എന്നെ കാണാൻ 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചു എന്നെ കാണേണ്ട കാര്യം എന്തോ? അതിന്റെ ആവശ്യം എന്തോ? അല്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇപ്പൊ മുതലാളിക്ക് ഞാൻ പറഞ്ഞാണ് കുറ്റം. മുതലാളിയുടെ പേരെന്തുവാ? എന്റെ പേര് സാംസൺ തരകൻ. ഇവിടെ പറയുന്നത് എന്തോന്നറിയാമോ? മുതലാളി കുതിരക്കണ്ണാപ്പിയാണെന്നാണ്. കുതിരക്കണ്ണാപ്പി? അവനെ എന്റെ കൈ കിട്ടിയ പ്ലിക്കോന്ന് പിടിച്ച് തിരിച്ചിട്ട് പ്ലക്കോന്ന് ഇടിക്കും ഞാൻ. അതെങ്ങനെയാണ് മുതലാളി ഒരാൾ പ്ലിക്കോന്ന് തിരിച്ച് പ്ലക്കോന്ന് ഇടിക്കുന്നത്? നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ? എന്നാ പ്ലക്കോന്ന് പിടിച്ച് തിരിച്ചിട്ട് പ്ലിക്കോന്ന് ഇടിക്കാം. മുതലാളി പ്ലക്കോ എന്ത് വേണമെങ്കിലും ചെയ്യും. ഞാൻ എന്തോ ചെയ്യാനാണ്? ആരാ പറഞ്ഞ എന്നെ കുതിരക്കണ്ണാപ്പി? ആരാ വിളിച്ച? മുതലാളി ഒളിച്ചോടിപ്പോയ ഭാര്യ. ചിലപ്പോഴൊക്കെ കണ്ണാടിയിൽ നോക്കുമ്പോ എനിക്ക് തന്നെ തോന്നാറുണ്ട് ഞാനൊരു കുതിരക്കണ്ണാപ്പിയാണെന്ന്. അങ്ങനെ തന്നെ പറയണം മുതലാളി. ഞാനൊരു കാര്യം പറയട്ടെ. ഒന്നാമത് ആ കുതിര അവിടെ വെറുതെ നിൽക്കുക. ആ കുതിരയെ എനിക്ക് തന്നുകൂടുവാണെന്നുണ്ടെങ്കിൽ ആ കുതിരയും കൊണ്ട് ഞാൻ ബീച്ചിൽ പോയി കറങ്ങും. നിൽക്കുന്നതേ കുതിരപ്പന്തയത്തെ മത്സരിക്കേണ്ട കുതിരയാണ്, അല്ലാതെ ഇവിടുത്തെ വേലക്കാരി സാപത്തിരില്ല നിനക്ക് ബീച്ചിൽ കൊണ്ടുപോയി കറങ്ങാൻ. പിന്നെ ഈ കുതിര വെറുതെ നിൽക്കുമല്ലോ. ഇതിനെ കൊണ്ട് ഞാൻ അങ്ങ് പോവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ചെന്ന് കഴിയുന്നിടത്ത് ആൾക്കാരെ മുതുകത്തേറ്റ് നടക്കുവാണെന്നുണ്ടെങ്കിൽ ഈ ഒരു 5000 രൂപയെങ്കിലും ഉണ്ടാക്കാൻ പറ്റും. 5000 രൂപ? അങ്ങനല്ല, കോടികൾ മത്സരത്തിൽ പങ്കെടുക്കേണ്ട കുതിരപ്പന്തയത്തിൽ പങ്കെടുക്കേണ്ട കുതിരയാണ് അതിനെ കൊണ്ട് ബീച്ചിൽ കറങ്ങാൻ പോകുന്നത്. പറയട്ടെ, ഈ കുതിര ഓടിക്കാൻ ഒരാളെ കിട്ടിയിട്ടുണ്ടോ? ആളെ കിട്ടിയിട്ടില്ലല്ലോ. ആളെ നീയല്ലേ കൊണ്ടുവരാന്ന് പറഞ്ഞ? ആളെ കൊണ്ട് ഞാൻ ഒരു കാര്യം പറയാം. മുതലാളിക്ക് വിഷമാവില്ലെന്നുണ്ടെങ്കിൽ